ഒരു 25 പേരുണ്ടെങ്കിൽ ആ 25 പേര് പ്രതിനിധീകരിക്കുന്ന മണ്ഡലങ്ങൾക്ക് തിളക്കം ഉറപ്പായിട്ടും ഉണ്ടാവും. ആ തരത്തിൽ നല്ല മനവിരുദ്ധം കരവിരുദ്ധമുള്ള നേതാക്കളെയാണ് ഞങ്ങൾ ഇത്തവണ നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അവരെ എല്ലാവരെയും കേരളം അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടെ ശ്രീ മുരളീധരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഒരു പാർട്ടിയുടെ കാര്യകർത്താവെന്ന നിലയ്ക്ക് ഞാൻ ബഹുമാനീയരായ മാനാർജിയെയും CKP, മുകുന്ദേട്ടൻ തുടങ്ങി അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന സംസ്ഥാന അധ്യക്ഷന്മാരെ എല്ലാം നല്ല സ്മരണയിൽ വെച്ച് പൂജിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് 2 ടേമിൽ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ശ്രീ വി മുരളീധരൻ അദ്ദേഹത്തിന്റെ കരുത്ത് വെറുതെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടൊന്നും ഒരു പാർട്ടി അത്രയും ശക്തമാക്കി എടുക്കാൻ ഒക്കത്തില്ല. ജനസമ്പർക്കം, ജനങ്ങള് ആ ഒരു സംവിധാനത്തിലേക്ക് അടുപ്പിക്കുക എന്ന് പറയുന്ന കഠിനമായ പ്രവർത്തനം ഇതിന്റെ പിന്നിലുണ്ട്. അത് പിന്നീട് വന്ന കൃഷ്ണദാസനായാലും സുരേന്ദ്രനായാലും കുമ്മനം രാജേട്ടനായാലും ഇന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖരനായാലും വലിയ ഒരു ഉറച്ച അടിത്തട്ടാണ്, ഒരു ഫൗണ്ടേഷനാണ് അദ്ദേഹം പണിഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു കരുത്ത്, ഒരു പൊതു പ്രവർത്തകന്റെ കരുത്ത് അതിന്റെ പരമാവധി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണ 2019 കേരളത്തിൽ നിന്ന് ഒരു ലോക്സഭാ അംഗത്തെ പോലും നൽകാത്ത അവസ്ഥയിൽ, അതിനു മുമ്പ് 98 അല്ലെങ്കിൽ 99 എന്റെ വിശ്വാസം, 99 സ്വർഗീയനായ വാജ്പേയിജിയുടെ മന്ത്രിസഭയിൽ ശ്രീ O രാജഗോപാലിനെ കൊണ്ടുചെന്ന് അവിടെ ഇരുത്തിയെങ്കിൽ മധ്യപ്രദേശിൽ നിന്ന് തെരഞ്ഞെടുത്താണ് കൊണ്ടിരുത്തിയത്. മുരളിയെ കൊണ്ടുവന്നിരുത്തിയത് മഹാരാഷ്ട്രയിൽ നിന്ന് തെരഞ്ഞെടുത്തുകൊണ്ടാണ്. 2 പേരും പ്രവാസ ലോകത്തോട് ചോദിച്ചാൽ അറിയാം, ഒരു പ്രവാസി കാര്യ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് ശ്രീ മുരളീധരൻ എന്ത് തരം സേവനമാണ് ചെയ്തത്. ഇതൊക്കെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉറപ്പായിട്ടും താരതമ്യ പഠനം വേണ്ടാന്നേ ഞാൻ പറയൂ. പക്ഷേ ഇക്കാര്യത്തിൽ ഇവിടെ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിങ്ങൾ ഒരു താരതമ്യ പഠനം തന്നെ നടത്തണം എന്ന് ഞാൻ പ്രത്യേകം അപേക്ഷിക്കുകയാണ്. അങ്ങനെ വന്നാൽ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് നിങ്ങൾക്ക് ശ്രീ വി മുരളീധരനെ വിജയിപ്പിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടാവില്ല. ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് 10 അല്ല 20 അല്ല 30 ആയാലും ആ കൂട്ടത്തിൽ കഴക്കൂട്ടത്തിന് വേണ്ടി ശബ്ദിക്കാൻ, കഴക്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, കഴക്കൂട്ടത്തെ മറ്റൊരു തട്ടിലേക്ക് ഉയർത്താൻ ശ്രീ മുരളീധരനെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എനിക്ക് ഒരുപക്ഷെ ഞാനിവിടെ ഇർഫാന്റെ ഒരു ആരോഗ്യാവസ്ഥയുമായി ബന്ധപ്പെട്ട് കരിക്കകം ക്ഷേത്രത്തില് ഭാരവാഹികൾ എന്നെ ക്ഷണിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആ നാട്ടുകാർ കൊണ്ടുവന്ന് 3ഓ 4ഓ തവണ വന്നപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ആമയഴിഞ്ചാൻ തോടിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് പാർവതി പുത്തനാറിന്റെ ദയനീയാവസ്ഥയാണ്. അദ്ദേഹം കേരള നിയമസഭയിൽ വന്ന് ഇവിടുത്തെ ഭരണത്തെ സ്വാധീനിച്ച് സമ്മർദ്ദം ചെലുത്തി ഒരു പദ്ധതി രേഖ തയ്യാറാക്കി കേരള സർക്കാരിനെ കൊണ്ട്, അടുത്ത ഭരണത്തെ കൊണ്ട് കേന്ദ്രത്തിലേക്ക് അയച്ചാൽ ഉറപ്പു തരുന്നു, ഇത് നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ കാണുന്ന ഒരു മാതൃകാപരമായ ടൂറിസം ഉൽപ്പന്നമാക്കി ഇതിനെ മാറ്റുന്നുണ്ട്. ഞാൻ പ്രവർത്തിക്കാനുണ്ടാവും. എന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ അത് പൂർണ്ണമായും നടപ്പാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അത് തുടങ്ങി വെക്കാനെങ്കിലും എനിക്ക് സാധിക്കും എന്ന് പറയുന്ന ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടാവണമെന്ന് മാത്രം. ഒരിക്കൽ കൂടി വാഗ്ദാനമല്ല, നിങ്ങൾ ഇനി സ്വപ്നം കാണും. അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി മുരളീധരനൊപ്പം, നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവുമെന്ന് മാത്രം വാഗ്ദാനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും എന്റെ സ്നേഹം, നന്ദി, നമസ്കാരം. താമരച്ചിഹ്നം നമ്മുടെ സ്ഥാനാർത്ഥിയെ ആർഎൽഡിയുടെ ജില്ലാ പ്രസിഡന്റ് സുജിത്ത് ഷാൾ അണിയിക്കും.
ഇത് കഴിഞ്ഞ് കലാകാരന്മാരുടെ കൈകെട്ടി കളി ഉണ്ടായിരിക്കുന്നതാണ്, വീഡിയോ പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ഇവിടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മുരളിയേട്ടനെ നമ്മുടെ പ്രിയങ്കരനായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിജി സ്വീകരിക്കുന്നു. Every weekend starts with a plan. But sometimes work has other ideas. But that's not the case with ASBL Broadway, where work doesn't interrupt your life, so you have enough time for your daily routines and for your little ones as well. Everything your family needs, right at home. ASBL